ഏകദേശം 5 ഫേസുകളിലായിട്ട് നമ്മൾ ഏകദേശം ഒരു 14,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ നിലയ്ക്കൽ പമ്പ സന്നിധാനം മാത്രമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5,000-ഓളം പേരെ ഇടുക്കിയിലും കോട്ടയത്തും എരുമേലിയിലുമായിട്ട് പിന്നെയും വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ വിന്യാസത്തിൻ്റെ കുറവ് കൊണ്ടൊരു ബുദ്ധിമുട്ട് വരാൻ തരമില്ല. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലുള്ള പരസ്പര സഹകരണവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണവും നിർലോഭം ഈ തീർത്ഥാടനകാലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം മന്ത്രി ഇവിടെയുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി വന്നൊരു അവലോകന യോഗം നടത്തിയിരുന്നു. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഭക്തജനങ്ങളുള്ളൊരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ സ്ലോട്ട് കിട്ടുമ്പോൾ ആ സ്ലോട്ടിൽ തന്നെ ദർശനം വേണമെന്നുള്ള നിർബന്ധത്തോടുകൂടിയാണ് പലരും വരുന്നത്. അതിന് ഇത്തിരി ഇളവൊക്കെ ഞങ്ങൾക്ക് തരണം. കാരണം ചിലപ്പം ഞങ്ങളുടെ നിയന്ത്രണത്തിലില്ലാത്ത ഒരുപാട് ആചാരപരമായ കാരണങ്ങളുകൊണ്ടും നിയന്ത്രിക്കാനാവാത്ത തിരക്കുകൊണ്ടും ചിലപ്പോൾ ഈ ഉദ്ദേശ സമയത്ത് ദർശനം സാധ്യമായില്ല എന്ന് വരാം. ക്ഷമയോടെ ഭഗവാനെ ഓർത്ത് ഭക്തി പുരസ്സരം കാത്തുനിന്ന് നല്ല സുഖദർശനം എല്ലാവർക്കും കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കണം. പിന്നെ പലരും ഈ പരട്ടാമ്പടിയിലൊക്കെ വരുമ്പോൾ വേഗം പടി കയറണം എന്നുള്ളത് പലപ്പോഴും മറന്നുപോയിട്ട് പടി തൊട്ട് തൊഴാനൊക്കെ നോക്കുന്നുണ്ട്. അതിനൊന്നും ഇവിടെ ഇപ്പോൾ അവസരമില്ല. അതെല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ട് പുറകിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി പോയിൻ്റാണ്, ഒറ്റ എൻട്രി പോയിൻ്റുള്ളൊരു ക്ഷേത്രമാണ്. 95% ആൾക്കാരും ഇരുമുടി ഏന്തി 18-ാം പടി വഴിയാണ് വരുന്നത്. അപ്പോൾ അവിടെ എത്ര പേര് എത്ര പെട്ടെന്ന് കയറുന്നോ അതനുസരിച്ച് പുറകിലുള്ള ആൾക്കാർക്ക് മുഴുവൻ ദർശനം സിദ്ധിക്കും. ഇപ്പോൾ കയറുന്ന ഓരോരുത്തരും അത് ഓർത്തു കഴിഞ്ഞാൽ, എന്നെപ്പോലെ വന്ന് ഒരുപാട് പേര് പുറകിലുണ്ടെന്ന് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സുഗമമായിട്ട് ദർശനം കൊടുക്കാൻ സാധിക്കും. സ്പോട്ട് ബുക്കിംഗ് ഒരു ദിവസം എത്ര എണ്ണമായിരിക്കും? നമ്മൾ സ്പോട്ട് ബുക്കിംഗ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ എൻട്രി ലെവലിൽ വരുന്ന ഒരു ഗ്രൂപ്പിൽ 10 പേർക്കുണ്ട്, 5 പേർക്കില്ലെങ്കിൽ അവർക്ക് സൗകര്യം, അങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആര് വന്നാലും എല്ലാവരും ദർശനം നടത്തിയേ പോകാവൂന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അത് ഞങ്ങൾ ഇത്തവണ സാധിച്ചിരിക്കും. ശ്രീജിത്താണ് ഇപ്പോൾ ADGP ശ്രീജിത്താണ് ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിച്ചത്. സ്പോട്ട് ബുക്കിംഗ് നടത്തുന്നവർക്ക് ആളുകൾക്കും ബുക്ക് ചെയ്ത എല്ലാ ആളുകൾക്കും സുഗമമായി തന്നെ ദർശനം നടത്താനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരത് ലാലിനൊപ്പം അജി കുഞ്ഞുമോൻ, മീഡിയ 1 സന്നിധാനം.